കേരളം ഒരു വലിയ ദുരന്തത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് കൈത്താങ്ങായി സഹായം എത്തേണ്ട സമയമാണ്. സാധന സാമഗ്രികൾ എത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരുപാട് ഫണ്ടിനാവശ്യമുള്ള ഒരു സമയമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മളെല്ലാവരും സംഭാവന നൽകേണ്ട ഒരു സമയമാണ്. ചെറിയ തുകയാണെങ്കിലും വലിയ തുകയാണെങ്കിലും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമുക്ക് വിശ്വസിക്കാവുന്ന ഒട്ടനവധി ഓഡിറ്റിങ്ങിന് വിധേയമാകപ്പെടുന്ന ഒരു ഫണ്ടാണത്. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്നിങ്ങനെ ഇരുന്ന സമയത്ത് ഒരു സിനിമ കാണണം എന്ന് തോന്നി. ഏതെങ്കിലും ഒരു സിനിമ, ഞാൻ കണ്ടിട്ടില്ലാത്തൊരു സിനിമ ഒന്ന് കാണണമെന്ന് തോന്നി. ആമസോൺ പ്രൈം വീഡിയോ എടുത്തപ്പോൾ അവരെനിക്ക് സജസ്റ്റ് ചെയ്തൊരു സിനിമ അതിൻ്റെ മുൻകഥകളോ പിൻകഥകളോ ഒന്നും അന്വേഷിക്കാൻ പോകാതെ റഫായിട്ടിരുന്ന് കണ്ടു. ഒരു ഗൈ റിച്ചി സിനിമയാണ്. ഗൈ റിച്ചി സിനിമകൾ ഇഷ്ടമുള്ള ആളുകൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഞാൻ വല്ലാണ്ട് എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമയാണ്. ഒരുപാട് ഭയങ്കരമായിട്ടുള്ള ആക്ഷൻ പരിപാടികളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൻ്റേതായിട്ടുള്ളൊരു പേസ് ഉണ്ട്, ഒരു രസമുണ്ട് ഈ പടം കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ആ രസം നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ സന്തോഷം എന്ന് കരുതിയിട്ടാണ് അത് ഈ വീഡിയോയിൽ സജസ്റ്റ് ചെയ്യുന്നത്. ദി മിനിസ്ട്രി ഓഫ് അൺജെന്റിൽമാൻലി വാർഫെയർ എന്ന് പറയുന്ന സിനിമയാണ്. 2024, അതായത് ഈ വർഷം റിലീസായിട്ടുള്ള സിനിമയാണ്. ആമസോൺ പ്രൈം വീഡിയോയിലാണ് സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഹെൻറി കാവിലാണ് ഇതിനകത്തെ വളരെ പ്രധാനപ്പെട്ട ഗുസ് എന്ന് വിളിക്കുന്ന ക്യാരക്ടറിനെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇവരൊരു 5 പേരുടെ ഒരു സംഘമാണ്. വളരെ ബ്രൂട്ടലായിട്ടുള്ള, ആരുടെയും ഓർഡേഴ്സ് സ്വീകരിക്കാത്ത, മറ്റേ നമ്മൾ പറയില്ലേ മറ്റേ ബാഡാസ്, അങ്ങനത്തെ കുറച്ച് ആളുകളുടെ ഒരു കൂട്ടമാണ്. അപ്പോൾ ഇവരെ ഏൽപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 2ാം ലോക മഹായുദ്ധകാലത്ത് നാസി ജർമ്മനിയുടെ സപ്ലൈ ഷിപ്പുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഷിപ്പ് അത് തകർക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ പോകുന്ന വഴിക്ക് ഒരാളെ രക്ഷിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഒരു വലിയ പട്ടാളത്തിൻ്റെ സെഗ്മെൻറ്റിന് ഇവർ 4-5 പേര് കൂടിയിട്ട് പുഷ്പം പോലെ തീർത്ത് കളയുന്ന സീനൊക്കെ ഉണ്ട്. അതിൽ നമുക്ക് എവിടെയും വിശ്വസിക്കാതിരിക്കാനുള്ള എലമെൻ്റ് ഇല്ല. അതായത് അത്രയും വിശ്വാസ്യകരമായിട്ടുള്ള രീതിയിലാണ് അവർ ആ സംഭവം ചെയ്തിരിക്കുന്നത്. അവിടുന്ന് അവരുടെ ഒരു കടൽ മാർഗ്ഗമുള്ള യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഇവരുടെ മാത്രമല്ല, ഇതിനിടയിൽ സ്പൈ വർക്കുകൾ നടക്കുന്നുണ്ട്. അത് നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അതൊക്കെ ചെയ്തിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇതിൻ്റെ വലിയ പൊളിറ്റിക്സും അതുപോലെ ഈ യൂഷിപ്പ് എന്താണെന്നൊക്കെ പറയുന്ന പരിപാടികളും അതിലേക്ക് ഒന്നും പോയിട്ടില്ലെങ്കിൽ പോലും നമുക്കൊരു ഏകദേശ ധാരണ കിട്ടും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കഥയൊന്നും അല്ല ഇതിലുള്ളത്. ശത്രു രാജ്യത്തിൻ്റെ ഒരു കപ്പൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അവിടെ ചെന്ന് അവരെ കൺട്രോൾ ചെയ്യുക, അവരിൽ നിന്ന് രഹസ്യങ്ങൾ അടിച്ചു മാറ്റി അത് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്ന കാര്യം ചെയ്യുന്ന സ്പൈസിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും ലാസ്റ്റ് ഞാൻ പറയണോ, അതായത് ഒരു പോർട്ട് മൊത്തത്തിൽ അവന്മാർ, അത് ഭയങ്കര രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ പതുക്കെയാണ് പോകുന്നത്. അതാണ് ഇതിലെ ആകെ ഒരു നെഗറ്റീവ് എന്നല്ല, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ എന്നെനിക്ക് സംശയം വരാനുള്ളൊരു കാര്യം അതാണ്. കുറച്ച് സ്ലോയിലാണ് പോകുന്നത്, കുറച്ച് ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു 10 മിനിറ്റ് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പടം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടോൺ എന്താണെന്നുള്ളത്. അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിഷ്വലി വളരെ ഗംഭീരമായിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയൊക്കെ കാണിക്കുമ്പോൾ ഈ സിനിമയ്ക്ക് ഇങ്ങനൊരു കണക്ഷൻ ഉണ്ടല്ലേ എന്ന് പറയുന്ന പോലത്തെ ചില ചിന്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. ഈ സിനിമ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഫോട്ടോസും എഴുതി കാണിക്കില്ല. അതായത് ഇവരൊക്കെ റിയൽ ലൈഫിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അത് എങ്ങനെയാണ് എന്താണ് പിന്നീട് കറങ്ങിത്തിരിഞ്ഞ് വന്നതെന്നൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് ഞാൻ വിക്കിപീഡിയയിൽ കയറി നോക്കിയപ്പോൾ 2014 പുറത്തിറങ്ങിയ ചർച്ചിൽസ് സീക്രട്ട് വാരിയേഴ്സ്, ദി എക്സ്പ്ലോസീവ് ട്രൂ സ്റ്റോറി ഓഫ് ദി സ്പെഷ്യൽ ഫോഴ്സസ് ഡെസ്പെറാഡോസ് ഓഫ് വേൾഡ് വാർ II, ഡെമിൻ ലൂയിസ് എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ഈ പുസ്തകത്തിനെ അധികരിച്ചാണ് ഈ സിനിമ ഒരുങ്ങിയിട്ടുള്ളത്. പക്ഷെ ഒരുപാട് ഫിക്ഷണലൈസ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അതിൻ്റെ ഒരു സ്റ്റൈലുണ്ട്, അതിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് സൈഡാണെങ്കിലും എല്ലാം ഭയങ്കര രസമാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഫിലിം മേക്കേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാവുന്ന ഒരു പരിപാടിയായിട്ട് അവർക്ക് തോന്നുകയും അങ്ങനെ പല സീക്വൻസുകൾ അവർ അതുപോലെ എടുക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അത് വളരെ സ്റ്റൈലായിട്ട്, അത് ഒരു രസമാണ് അത് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ആ കാലഘട്ടത്തിലെ ആയുധങ്ങൾ, അവരുടെ സ്റ്റൈല്, പിന്നെ ഇവരുടെ ഒരു സ്വഭാവമുണ്ട്. ഇവരാർക്കും വഴങ്ങൂല. ആര് മുന്നിൽ വന്ന് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുള്ളൂ എന്ന് പറയുന്ന പോലത്തെ കുറച്ച് ട്രെയിൻഡ് പ്രൊഫഷണൽസിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കൂ. നമ്മൾ ഒരവസരം കിട്ടിയാലൊന്ന് കണ്ടു നോക്കാവുന്ന ഒരു സിനിമ. വളരെ കുറച്ച് സമയമുള്ളത്, ജസ്റ്റ് 120 മിനിറ്റ്, 2 മണിക്കൂർ. ഒന്ന് കണ്ടു നോക്കൂ. എന്നിട്ട് നിങ്ങൾ ഈ സിനിമ കണ്ട ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമ കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്, അവർക്കതൊരു വലിയ സഹായമായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. സേഫായിട്ടിരിക്കുക.